തൃശൂരിൽ നവജാത ശിശുക്കളെ കൊന്ന കേസിൽ പ്രതി അനീഷയുടെ വീട്ടിൽ അല്പസമയത്തിനകം പരിശോധന നടക്കും. ഇരിങ്ങാലക്കുട RDOയുടെ സാന്നിധ്യത്തിൽ ഫോറൻസിക് സംഘമാണ് പരിശോധിക്കുക. ശരത് ഓങ്ങല്ലൂർ തന്നെയാണ് ഇതിൻ്റെ വിവരങ്ങളുമായി ചേരുന്നത്. ശരത്ത്, എപ്പോഴായിരിക്കും തെളിവെടുപ്പ്? അജിംഷാദ്, ഏതാനും നിമിഷങ്ങൾക്കകം തുടങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ തെളിവെടുപ്പ് നടത്തുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ RDO എത്തും. RDOയുടെ നേതൃത്വത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിദഗ്ധനായ ഉമേഷിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ ഫോറൻസിക് പരിശോധനയും മറ്റു രീതിയിലുള്ള തെളിവ് ശേഖരണവും നടക്കുക. പോലീസിനെ സംബന്ധിച്ച് പറയുന്നത് 4 വർഷം മുമ്പ് അവിടെ കുഴിച്ചിട്ടതാണ്. അതിനുശേഷം അസ്ഥികൾ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും രീതിയിലുള്ള അവശിഷ്ടങ്ങൾ അവിടുന്ന് കിട്ടുമോ എന്ന കാര്യത്തിനകത്ത് പോലീസ് ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. നിലവിൽ കുഞ്ഞിന്റെ അസ്ഥികൾ മാത്രമാണ് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത്. ഈ അസ്ഥികൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ മരിച്ചു എന്ന കാര്യത്തിനകത്ത് ചില തീർപ്പിലെത്താൻ ശാസ്ത്രീയമായി ചില പ്രയാസങ്ങളുണ്ട്. എന്നാൽ പ്രതികളുടെ മൊഴിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ പോലീസ് പ്രധാനമായിട്ടും കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ കേസിനകത്ത് കാര്യങ്ങൾ വ്യക്തത വരുത്താൻ കഴിയും എന്നാണ് പോലീസ് ഇപ്പോൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ആദ്യം അനീഷയുടെ വീട്ടിലും ശേഷം ബബിന്റെ വീട്ടിലും പരിശോധന നടത്തുമെന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അജിംഷാദ്.